ഡോക്ടർ സോയ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഡോക്ടർ അനിൽകുമാർ പറഞ്ഞു നിർത്തിയ പോലെ അവിതർക്കിതമായ ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJPക്ക് പരമാവധി സീറ്റുകൾ ലഭിക്കാൻ വേണ്ടി തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ഒരു പാതയിലേക്ക് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, എല്ലാവരും രണ്ടാം ഘട്ടം കഴിയുമ്പോൾ എന്ന നിലയിലാണ് പറയുന്നത്, പക്ഷേ രണ്ടാം ഘട്ടത്തിന് മുമ്പ് തന്നെ ഏപ്രിൽ 21-ന് അദ്ദേഹം രാജസ്ഥാനിൽ തുടങ്ങി വെച്ചു. തുടർന്ന് അങ്ങോട്ട് വളരെ ഹീനമായ ഒരു പ്രചാരണ രീതി അവലംബിച്ചു. അത് ശ്രീ അനിൽകുമാർ പറഞ്ഞത് അങ്ങേയറ്റം ഹീനമായിട്ടുള്ള അപലപനീയമായിട്ടുള്ള അപരമത വിദ്വേഷം പ്രചരിപ്പിക്കലാണ്. ഇങ്ങനെ ഒരു കാലത്തിലൂടെ കടന്നു വന്ന ഒരു നേതാവ്, അദ്ദേഹം പ്രധാനമന്ത്രി കൂടിയാണ്, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നവും സവിശേഷതയും. അങ്ങനെ ഉള്ള ഒരാൾ വ്യക്തിപരമായ തീരുമാനമായി ധ്യാനത്തിന് പോകാൻ അതും 19-ൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതേപോലെ കേദാർനാഥിൽ പോയിരുന്നയാളാണ്. അപ്പോൾ സ്വാഭാവികമായും വേണമെങ്കിൽ കരുതാം അന്നൊരു വലിയ വിജയം കൊണ്ടുവന്നു. അപ്പോൾ ഇതിനുമൊരു ധ്യാനത്തിനും ഒരു പങ്കുണ്ട് എന്ന് അദ്ദേഹം ധരിക്കുന്നത് കൊണ്ടാകാം അടുത്ത തവണയും അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിയുന്ന ദിവസം സെലക്ട് ചെയ്ത് അതേപോലെ തന്നെ വിവേകാനന്ദ പാറയിലേക്ക് വന്നിരുന്ന് ധ്യാനിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ആളുകളുടെ ചെയ്തികൾ വെച്ചുകൂടിയാകുമോ ഇതൊക്കെ നാട്ടുകാർ അളക്കുക എന്നൊരു പ്രശ്നമുണ്ടോ? തീർച്ചയായും നമ്മൾ കഴിഞ്ഞ 2019-ൽ തന്നെ ആ തെരഞ്ഞെടുപ്പിനെ ഒട്ടും രാഷ്ട്രീയപരമല്ലാതെ നേരിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് BJP. രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് പോലും വലിയ ഗതികേടാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഈ 2024-ൽ ഈ രാജ്യത്ത് ഒരു നേതാവ് പോലും, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് പോലും പറയാത്ത തരത്തിലുള്ള അത്ര കണ്ട് ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നതിൻ്റെ, വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ മാറിപ്പോയി എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രാജ്യം എത്രത്തോളം, നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. നമ്മൾ ജനാധിപത്യം മതേതരത്വം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ രാജ്യത്ത് കാര്യങ്ങളെ ദൈക്ഷണികമായി കാണാനുള്ള, വിവേചിച്ചറിയാനുള്ള, ഭൗതികമായി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള അത്തരം വിവേചന ബുദ്ധിയൊക്കെ മനുഷ്യർക്കുണ്ട്. അത്തരം വിവേചന ബുദ്ധിയിലേക്ക് മനുഷ്യർ മാറണമെന്ന് അങ്ങേയറ്റം ചിന്തിക്കുകയും അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് അത്രമേൽ ഒരു കണക്കിലും ലോജിക്കൽ അല്ലാത്തയുള്ള, അല്ലെങ്കിൽ ഒരു കണക്കിലും മനുഷ്യരുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വിദ്വേഷ പ്രസംഗം നടത്തിക്കൊണ്ട് എത്ര ഹീനമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. കാരണം ഈ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ഒരു മനുഷ്യരെ, ഒരു മതവിഭാഗക്കാരെ മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിക്കുന്നു, പെറ്റുകൂട്ടുന്നവരെന്ന് വിളിക്കുന്നു. അവരെ സംബന്ധിച്ച് ഏറ്റവും കോൺഗ്രസിനെയൊക്കെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അന്ന് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗം അതിനെ അങ്ങേയറ്റം വളച്ചൊടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരിലേക്കും വികസനം എത്തണം, അത് ഈ രാജ്യത്തെ ദളിതനിലേക്കും ന്യൂനപക്ഷക്കാരനിലേക്കും സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ ആ വികസനത്തിൻ്റെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രം സമ്പത്ത് വിതരണം ചെയ്യുന്ന, നിങ്ങളുടെ ഭാര്യമാരുടെയും അമ്മമാരുടെയും താലിമാല പോലും പിടിച്ചെടുത്തുകൊണ്ടത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് എന്നുള്ളത് അപമാനകരമായി വീണ്ടും പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ബയോളജിക്കലായിട്ട് ജനിച്ചൊരു മനുഷ്യനല്ല ഞാൻ, അല്ലെങ്കിൽ ജൈവികമായിട്ടുള്ളൊരു മനുഷ്യനല്ല ഞാൻ, ആ ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മുൻ ഫ്രഞ്ച് രാജ്യങ്ങളിലൊക്കെ അന്ന് രാജഭരണം നിലനിന്നിരുന്ന സമയത്ത് അവർ ഡിവൈൻ റൈറ്റ് തിയറി ഒക്കെ പറഞ്ഞു വെച്ചതിൻ്റെ വലിയ ഇല്ലോജിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റിയൊക്കെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവരന്ന് രാജഭരണത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ചിന്തിക്കണം, 400, 500, 1000 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള അതേ സ്റ്റേറ്റ്മെന്റ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു പുരോഗമനപരമായി ചിന്തിക്കുന്ന, ദൈക്ഷണികമായൊക്കെ മുന്നോട്ട് പോകണമെന്ന് നിരന്തരം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ ദൈവ നിയോഗമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന
എന്താണ് ദൈവനിയോഗം? കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒന്നടങ്കം പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു എന്താണ് ദൈവനിയോഗം? അദാനിയെ സേവിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ള ദൈവനിയോഗം. നരേന്ദ്രമോദി ഈ പറഞ്ഞതുപോലെ അദാനി തുച്ഛമായ വിലയ്ക്ക് കൊണ്ടുവരുന്ന കൽക്കരി ഇവിടെ വലിയ വിലയ്ക്ക് വാങ്ങി ആളുകൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് നഷ്ടമുണ്ടാക്കുക എന്നുള്ള വലിയ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ദൈവനിയോഗം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തിന്റെ മണ്ണിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ഈ പറഞ്ഞു വെച്ചിട്ടുള്ള കൊള്ളരുതായ്മകൾ അത് ചിന്തിച്ചു വെക്കണം. ആ കൊള്ളരുതായ്മകൾക്കുള്ള പ്രായചിത്തം തന്നെയായിട്ട് ഇത് മാറേണ്ടതുണ്ട്. തൊഴിലില്ലായ്മ പോലെ, വിലക്കയറ്റം പോലെ, സ്ത്രീ വിരുദ്ധത പോലെ, മനുഷ്യത്വ വിരുദ്ധത പോലെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് ചെയ്തു കൂട്ടിയിട്ട് ആ 10 കൊല്ലത്തെ പ്രായചിത്തം പോലും ചെയ്യാൻ പിന്നെ ഇതൊരു സൃഷ്ടിക്കലാണ്, ഇതൊരു പ്രതിച്ഛായ സൃഷ്ടിക്കലാണ്. അന്ന് കേദാർനാഥിൽ പോയതുപോലെ ഒരു പ്രതിച്ഛായ സൃഷ്ടികളാണ്. ഞങ്ങൾ ജയിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ പരാജിതനായി പോകുമ്പോൾ ഞാൻ ജയിക്കാൻ പോവുകയാണ് എന്ന് നിർമ്മിച്ചെടുക്കാനുള്ള വെറും ഗിമ്മിക്ക് മാത്രമാണ്. 10 കൊല്ലം ചെയ്തിട്ടുള്ള ഗിമ്മിക്കിന്റെ അവസാനത്തെ ഒരു ഗിമ്മിക്കായി മാത്രമാണ് ഇതിനെ കാണേണ്ടത്. മറ്റൊന്നും അതിന്റെ ഭാഗമായി പറഞ്ഞു വെക്കേണ്ടതില്ല.